Dear friends, I am M.A. Rashid, consultant psychologist. Today we are discussing about the willpower, അതായത് ഇച്ഛാശക്തി. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതിൻ്റെ സമയത്തിന് ചെയ്തു തീർക്കാൻ കഴിയും. അതിലേക്ക് നമുക്ക് വളരെ ശക്തമായി അതുപോലെ തന്നെ വികാരങ്ങൾ നമ്മളെ ശബ്ദം ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് അതിൽ ലക്ഷ്യത്തിലെത്താൻ അക്ഷീണം പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് വിൽ പവർ? വാട്ട് ഈസ് വിൽ പവർ? വിൽ പവർ ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ യുവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, അതാണ് വിൽ പവർ എന്ന് പറയുന്നത്. വിൽ പവർ ഉള്ള ആളുകളാണ് മഹാന്മാരായ പല ആളുകളും ഓരോ കാര്യങ്ങളിൽ അവർ വിജയിച്ചതിൻ്റെ കാരണം. നമുക്കറിയാം വിൽ പവർ ഇതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വിൽ പവറിന് നമുക്ക് പ്രതിബന്ധങ്ങളെ തടഞ്ഞു ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാലും നമുക്കതിനെ തടഞ്ഞു വെക്കാൻ, നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ നമുക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള, ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രലോഭനങ്ങളെ തടയാൻ കഴിയും. റെസിസ്റ്റ് ടെംപ്റ്റേഷൻസ്, നമ്മുടെ ടെംപ്റ്റേഷൻസിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് വരുന്ന തടസ്സങ്ങളും അതുപോലെ വ്യാകുലമായ ചിന്തകളൊക്കെ നമുക്ക് തടഞ്ഞു വെക്കാനുള്ള കഴിവ് വിൽ പവറിലവർക്ക് സാധിക്കും. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ശ്രദ്ധ കേന്ദ്രീകരിക്കാനും, എബിലിറ്റി ടു സ്റ്റേ ഫോക്കസ്ഡ്, നമുക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നെ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും. വി ഹാവ് ടു ഓവർകം ചലഞ്ചസ്. ഈ ഓരോ വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ അതിന് മുന്നിലുണ്ടാവും. അവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ നല്ല ഗുണം നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? ഹൗ ടു ബിൽഡ് വിൽ പവർ? അതിന് നമ്മൾ സെറ്റ് ക്ലിയർ ഗോൾസ്, നമ്മൾ ശരിയായൊരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഈ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അത് എത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ധാരണ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ക്രിയേറ്റ് റുട്ടീൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. ഒരു റുട്ടീൻ നമ്മൾ ചെയ്യുക, എപ്പോഴാണ് അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ഒരു ആഴ്ചയിലാണോ, മാസത്തിലാണോ, അല്ലെങ്കിൽ ദിവസേന നമ്മൾ ചെയ്യേണ്ടതാണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ ആൻഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് ആത്മനിയന്ത്രണം നമ്മൾ പാലിക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പോകണം, പെട്ടെന്ന് അതിൻ്റെ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ നമ്മൾ ആ കമ്പാഷനായിട്ടായിരിക്കണം, നമുക്കതിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ കഴിയണം. അതിലെത്തിയില്ലല്ലോ എന്നുള്ള ആ കാലതാമസം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രയാസപ്പെടാൻ പാടില്ല. അതിന് ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ട്, ആ കാലഘട്ടം വരെ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും നേടിയെടുക്കാൻ. പിന്നെ ബിൽഡ് റെസിലിയൻസ് ആൻഡ് ഫ്രം ഫെയിലിയേഴ്സ്. നമ്മുടെ പ്രതിരോധ ശക്തി വീണ്ടെടുക്കുകയും നമ്മൾ ഓരോന്നിനും എന്ത് പ്രയാസം വന്നാലും അതിനെ പ്രതികരിക്കാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മൾ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിൽ പവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് കൂടുതൽ സംതൃപ്തമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഈ വിൽ പവർ, അതായത് ഇച്ഛാശക്തി കൂടെ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.